ഇതെന്നെ പോലീസ് പിടിച്ചില്ല. മറിച്ച് കവരത്തിയിലോട്ട് പോകുന്ന ഹൈ സ്പീഡ് ക്രാഫ്റ്റിന്റെ ടിക്കറ്റ് ചെക്കിങ്ങിന്റെ തിരക്കാണ്. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇക്യു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെസലിന് കവരത്തിയിലോട്ട് വേഗം ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. വെസൽ അധികം ഡോക്കിംഗ് ടൈമൊന്നും ഇല്ല. പെട്ടെന്ന് വന്ന് ഇറങ്ങി യാത്രക്കാരൊക്കെ ഇറങ്ങി ഉടനെ കയറുകയും വേണം. ഹൈ സ്പീഡ് ക്രാഫ്റ്റ് വലിയപാനിയിലാണ് ഞാൻ കവരത്തിയിൽ പോകുന്നത്. കയറുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം യാത്രക്കാർ ഇറങ്ങുകയും വേണം. അതേസമയം ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളവർ കയറുകയും വേണം. അപ്പം സ്ത്രീകൾക്കാണ് ആദ്യം മുൻഗണന കൊടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ ബസ്സിൻ്റെ രൂപത്തിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത്. അതായത് നമുക്ക് പുഷ് ബാക്ക് ചെയേഴ്സ് ആണുള്ളത്. ജംഷീറിനോട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ സീറ്റ് നമ്പറൊക്കെ എടുത്ത് തപ്പി പിടിച്ച് പോയി. അപ്പോൾ ഇവിടെ കുറേ പേര് നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കാനും, അതായത് ഇങ്ങനെ ഇരുന്ന് മടുത്തു കഴിഞ്ഞാൽ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്കൊരു വിൻഡോ സീറ്റാണ് കിട്ടിയത്. എനിക്കധികം യാത്രാ സമയം ഇല്ല. ഏകദേശം 2 മണിക്കൂറേ ഉള്ളൂ കവരത്തിയിലോട്ട്. ദൂരെയുള്ള ദ്വീപിലോട്ടൊക്കെ പോകണമെങ്കിൽ 5-6 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്ക് മനം പുരട്ടലും വളരെ അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. ഇവിടത്തിൻ്റെ അകത്തൊരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. അതുപോലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കടലിലെ കാഴ്ചകൾ കണ്ടുപോകാം. ടിവിയിൽ സിനിമ ഓടുന്നതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല. നല്ല സുഖമായ യാത്രയായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 2 മണിക്കൂറിനുള്ളിൽ തന്നെ കവരത്തി എത്തി. കവരത്തി എത്തി ഇറങ്ങിയ പാടെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളായ ഷെർവാനും അവൻ്റെ മകനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സ്വീകരിച്ച് അങ്ങനെ കവരത്തിയിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനി വിശേഷങ്ങളെല്ലാം കവരത്തിയിലെ കഥകളാണ് പറയാനുള്ളത്. സോ വെൽക്കം ടു കവരത്തി. മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.